പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം, പക്ഷെ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? ഹണി റോസ് മദർ തെരേസ അല്ലല്ലോ. ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ബോച്ചയുടെ വാക്കുകൾ 100% തെറ്റാണ്, 100% തെറ്റാണ്. നീ ഇതിന് കൂട്ടിക്കുന്നു ഞാൻ കരുതിയില്ല. എന്നാൽ ബോച്ചെ ആ 1 മിനിറ്റിന്റെ തമാശയ്ക്ക് വേണ്ടി 3 വർഷം പിടിച്ചിടരുത്. എല്ലാത്തിനും നിനക്കൊരു ന്യായങ്ങളുണ്ടാവും. ഞാൻ പേടിച്ചു രാഹുൽ ഈശ്വർ. അങ്ങയുടെ 2000 വേദികളുടെ ആ പ്രഘോഷണം കേട്ടപ്പോൾ ഞാൻ ഭയന്നു. ഭയപ്പെടാതെ ഒന്നും പണ്ട മാറ്റാൻ. ഇവിടെ ഹണി റോസ് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. എന്താണ് ഈ മാന്യത എന്ന് പറയുന്നത്? ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ധാരാളം ഈ സോഷ്യൽ മീഡിയകളിൽ ഇവരുടെ ഈ വീഡിയോയും ചിത്രമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു. എനിക്കതിന്റെ അകത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടോ അശ്ലീലമായിട്ടോ തോന്നിയിട്ടില്ല. കുഴപ്പം നിന്റെ കണ്ണട. പോയി ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ച് കണ്ണട വെച്ചിട്ട് വിടാം. മിസ്റ്റർ രാഹുൽ ഈശ്വറിനോ അല്ലെങ്കിൽ ഇതേപോലെ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആഭാസന്മാർക്കോ ഒക്കെ അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. രാവിലെ കാണാകൂട വർത്താനം പറഞ്ഞാണല്ലോ എന്താ പെണ്ണിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ മറുപടിക്ക് അതിശക്തമായ ഒരു മറുപടി എനിക്ക് പറയാം. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? അത് രീതിയിൽ അദ്ദേഹം ലെഗ് സൈഡിൽ ഫുൾ ടോസ് ആണ് എനിക്ക് അറിഞ്ഞു തന്നത്. അതായത് ഹണി റോസിനെ കണ്ടിട്ട് ആ ഉദ്ദേശത്തിന് ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ കണ്ട തോന്നുന്നവരെ ചികിത്സിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. കാര്യം എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്ന കരുതിയാ ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ എന്തോ ഒരു ഭീകരമായ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നാന്തരം ഒരു ലെഗ് സൈഡിൽ ഒരു ബോൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഞാൻ അത് അടിക്കുന്നില്ല, നിങ്ങൾ അടിക്കപ്പാ. സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. ഷാബു പ്രസാദിന് അദ്ദേഹത്തെ അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. വെറും കൈയടി. ആ അർത്ഥം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി ഷാബു പ്രസാദ്. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. എന്നിട്ട് അദ്ദേഹം പേടിച്ചു പോയിന്ന്. അദ്ദേഹത്തെ ആരും അഡ്രസ് ചെയ്തു പോലുമില്ല. പക്ഷെ പേടിച്ചു പോയിന്ന് പറയുന്നതും അതിന്റെ ഇടയിലേക്ക് കയറി വരുന്നതും ഒരു ആവശ്യത്തെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനി അതിനെ പിടിച്ചു കയറിക്കും. അതായത് ലിബറലുകളുടെ കൈയടി കിട്ടാൻ, കുറച്ച് ഫെമിനിസ്റ്റുകളുടെ കൈയടി കിട്ടാൻ ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. ഇതേ ഇരട്ടത്താപ്പാണ് ശബരിമല വിധിന്യായത്തിൽ ചില തീവ്ര വലതുപക്ഷക്കാർ ചെയ്തത്. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോരാജ്. അന്നും ഫെമിനിസ്റ്റുകളുടെ കൂടാണ് നിന്നത്, അന്നും ലിബറൽസിന്റെ കൂടാണ് നിന്നത്, അന്നും ശബരിമലയെ യുവതികളെ കേട്ടണമെന്ന് പറഞ്ഞാണ് നിന്നത്. യഥാ വേല വയ്പാ. നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? എന്തിനാണ് ഇവർക്ക്? പുരോഗമനവാദികളെ ഭയമാണ്, മാധ്യമങ്ങളെ ഭയമാണ്, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ലിബറലുകളെ ഭയമാണ്. അവരുടെ പരിലാളന കിട്ടി കൈയടി കിട്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. ഹലോ, വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. സമയം ഉണ്ടെങ്കിൽ വരാം. ഗോൾഡ്. അതെ.